ഹലോ എവ്രിവൺ. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു മോട്ടീവ് എന്തായിരുന്നു എന്നുള്ളതാണ്. നമ്മളെല്ലാം ലൈഫിൽ ഒരുപാട് ആഗ്രഹങ്ങളുള്ള ആൾക്കാരാണ്. ഈ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടുന്ന എഫേർട്ട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മേ ബി അത് പലർക്കും പല രീതിയിലായിരിക്കും. ചിലർ വളരെയധികം എഫേർട്ട് ഇടാറുണ്ട്, ചിലർ അതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കാറുണ്ട്. ചില ആൾക്കാർ ആഗ്രഹങ്ങൾ മാത്രം മനസ്സിൽ വെച്ചിട്ട് ഇതെന്ന് നടക്കും അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് മൊമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും ഉണ്ടാവും. എൻ്റെ ലൈഫിൽ ഞാൻ പല പല കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് അതിൽ ഭയങ്കര ഹാപ്പിനെസ് കണ്ടെത്തിക്കൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷെ ചില കാര്യങ്ങൾ ഞാൻ മാറ്റി വെക്കാറാണ് പതിവ്. കാരണം ഈ ഒരു കാര്യം ചെയ്തത് ഇപ്പം എന്നെക്കൊണ്ട് സാധ്യമാവുന്നതാണോ, അല്ലെങ്കിൽ ഞാൻ ഇതിലൊരു എക്സ്പേർട്ടാണോ, അല്ലെങ്കിൽ ഇതിന് കുറച്ചും കൂടി ടൈം എനിക്ക് ആവശ്യമുണ്ട്, ഇതിനൊരു നല്ല സമയം വരട്ടെ, ഇങ്ങനെയൊക്കെ വിചാരിച്ച പല കാര്യങ്ങൾ ഞാൻ മാറ്റി വെക്കാറുണ്ട്. പക്ഷെ ആ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചെടുത്ത് തന്നെ ബാക്കി നിൽക്കുകയാണ് പതിവ്. ഒരു ലൈഫിൽ ഒരു ചേഞ്ച് ആവശ്യമാണ്. ചില കാര്യങ്ങൾ നമ്മൾ അതിലേക്ക് മുന്നോട്ട് കാലെടുത്ത് വെക്കുന്നവർ മാത്രമാണ് നമുക്ക് വിജയം എത്തുക എന്നുള്ളതിൻ്റെ ഒരു തോട്ട് എൻ്റെ മനസ്സിൽ വന്നു. സോ ഈ 2024 എൻഡ് ചെയ്യാണ്, 2025 സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ ഈ കമ്മിങ് ഇയറിലേക്ക് ഞാൻ ഒരു പുതിയൊരു കാൽവെപ്പ് നടത്താൻ ഉദ്ദേശിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് മാസങ്ങളായി. പക്ഷേ അതിൽ ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ടൊന്നും പോസ്റ്റ് ചെയ്യാറില്ല. ഞാൻ ഈ 2025 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ കുറച്ചും കൂടെ ഞാൻ എക്സ്പാൻഡ് ചെയ്യണം, കുറച്ചും കൂടെ കാര്യങ്ങൾ ഞാൻ പോസ്റ്റ് ചെയ്യണം. എൻ്റെ ഫീൽഡ് ഓഫ് എക്സ്പെർട്ടൈസ് എനിക്ക് ആൾക്കാരുമായി ഷെയർ ചെയ്യണം എന്നുള്ള കുറച്ച് ആഗ്രഹങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. സോ ഈ ഒരൊറ്റ കാര്യം തന്നെയാണ് ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള എൻ്റെ ഒരു മോട്ടീവും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു യൂട്യൂബ് ജേർണി സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല. അതിന് നമുക്ക് ഈ പറഞ്ഞ കുറച്ച് എക്യുപ്മെൻറ്റ്സോ കുറച്ച് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാത്രം നമുക്കൊരു യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതിന് നമ്മൾ കൊടുക്കേണ്ട എഫേർട്സ് ഉണ്ട്, നമ്മളെ ടൈം ഉണ്ട്, നമുക്കതിന് വേണ്ട ഐഡിയാസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ കറക്റ്റ് വേയിൽ ഇൻകോപ്പറേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ ഒരു യൂട്യൂബ് ജേർണീൻ്റെ സക്സസ്സിലേക്ക് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ആൾക്കാർ എന്ത് കാണാൻ ഇഷ്ടപ്പെടുന്നു, ആൾക്കാരെ ഒരു പ്രിഫറൻസ് എന്താണ്, ടേസ്റ്റ് എന്താണ്, അത് നോക്കിയിട്ട് മാത്രമാണ് നമുക്കൊരു യൂട്യൂബ് ചാനലിലേക്ക് ഒരുപാട് കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാൻ പറ്റുക. നമ്മളെല്ലാം ലൈഫിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ ആഗ്രഹങ്ങളുണ്ട്. ഈ ആഗ്രഹങ്ങളെല്ലാം നടത്തിയെടുക്കാനുള്ള ശ്രമത്തിലാണ് നമ്മളെല്ലാവരും തന്നെ ഉള്ളത്. ചില ആൾക്കാർ അതിനെ വളരെ പ്ലാൻ ചെയ്ത് വളരെ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാറുണ്ട്. ചില ആൾക്കാർ അതിന് പ്ലാനിങ് മാത്രം ചെയ്യും. എക്സിക്യൂഷൻ പാർട്ട് എത്തുമ്പോഴേക്ക് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ കുറച്ച് പാനിക് ആവും, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള ടൈം ആയിട്ടില്ല എന്ന് വിചാരിച്ച് നമ്മളത് മാറ്റി വയ്ക്കും. പക്ഷെ ചില കാര്യങ്ങൾ ഞാൻ മാറ്റി വയ്ക്കാറാണ് പതിവ്. കാരണം ഇതിൽ ഞാനൊരു എക്സ്പെർട്ടൈസ് ആണോ, ഇതിനെപ്പറ്റി ആധികാരികമായി സംസാരിക്കാൻ എനിക്കറിയോ, അല്ലെങ്കിൽ ഈ കാര്യം ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാര്യം ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെന്ത് ചിന്തിക്കും, ഇങ്ങനെയുള്ള തോട്ട് കൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ മാറ്റി വയ്ക്കാറുണ്ട്. ഇത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പല ആൾക്കാർക്ക് റിലേറ്റബിൾ ആവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഈ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ലൈഫിലും ഞാൻ കുറച്ച് ചെറിയ മോഡിഫിക്കേഷൻസ് വരുത്തണം, കുറച്ച് ഓൾട്ടറേഷൻസ് ഞാൻ ചെയ്യണം. ഞാൻ ഈ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനോടൊപ്പം, ഈ വ്യൂവേഴ്സിന് വേണ്ടി കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനോടൊപ്പം അത് എൻ്റെ ലൈഫിലും കുറച്ചും കൂടെ ബെനിഫിഷ്യൽ ആവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മൾ ഒരിക്കലും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു കാര്യം ചെയ്യുക എന്നുള്ളത് എപ്പോഴും നമുക്ക് പറ്റാറില്ല. അല്ലെങ്കിൽ വളരെ പേഷ്യൻസോട് കൂടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പല സാഹചര്യങ്ങളിലും പറ്റാറില്ല. പക്ഷേ ഈ യൂട്യൂബ് കൊണ്ട് എനിക്ക് എൻ്റെ പേഴ്സണലി ഞാൻ ഈ കാര്യങ്ങളൊക്കെ എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രോക്രാസ്റ്റിനേഷൻ എല്ലാം മാറ്റി വയ്ക്കുക എന്നുള്ള കുറേ കാര്യങ്ങൾ. സോ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പം പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റൻ്റ് ആവാതിരിക്കുക, നമ്മൾ ടൈം കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാതിരിക്കുക, പേഷ്യൻസ് കാണിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളെ ലൈഫിൽ നമ്മളെ കൂടെ ഉണ്ട്. ഈ യൂട്യൂബ് ജേർണിയിലൂടെ എനിക്ക് പേഴ്സണൽ ബെനിഫിഷ്യലായി ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പേഴ്സണലി ഞാൻ ഈ കാര്യങ്ങളിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാം. കൺസിസ്റ്റൻ്റ് ആവുക, പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ എഫേർട്സ് ഞാൻ മാക്സിമം എഫേർട്സ് ഒരു കാര്യത്തിലേക്ക് കൊടുക്കുക, ടൈം പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഇനി അങ്ങോട്ടേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ ഈ ജേർണിയിൽ നിങ്ങൾ എന്നോടൊപ്പം എന്നെ എൻകറേജ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. സോ ഇതുപോലുള്ള എന്തെങ്കിലും ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ജസ്റ്റ് സ്റ്റാർട്ട് ടുഡേ, സ്റ്റാർട്ട് സ്മോൾ. ചെറിയ സ്റ്റെപ്പ് എന്നാണ് നമ്മൾ കയറി മുന്നോട്ട് പോകുന്നത്. നമ്മൾ പെർഫെക്റ്റ് മൊമെൻ്റ് അല്ലെങ്കിൽ റൈറ്റ് മൊമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈഫിലൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഇത് ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് കൊണ്ട് മനസ്സിലാക്കിയതാണ്. ഞാനിപ്പം എനിക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഞാൻ ഗ്രാബ് ചെയ്ത് ഞാൻ അതിലേക്ക് മുന്നേറുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ചില മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരണം. നമ്മൾ ഒരിക്കലും ലൈഫിൽ പെർഫെക്റ്റ് മൊമെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. നമുക്ക് അങ്ങനെ ഒരു പെർഫെക്റ്റ് മൊമെൻറ്റ് ഉണ്ടാവില്ല. നമ്മളിപ്പോഴേത് പ്രസൻറ്റിലാണോ അവിടെയാണ് നമ്മളെ പെർഫെക്റ്റ് മൊമെൻറ്റ് എന്നുള്ളതാണ്. സോ ചെറിയ എഫേർട്സ് ഇടുക, ചെറുതായി നമ്മൾ തുടങ്ങി വെക്കുക.
If you like this video, please do like, share and subscribe my channel.